ഇല്ല, ഒരാശങ്കയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഒരു വീട്ടുകാരനും വിരുന്നുകാരനും തമ്മിലുള്ള മത്സരമാണ്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് UDFന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഏറ്റവും തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. മറ്റാരുമല്ല, VS ജോയ്. ആരാണ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നൊരു ഉപതെരഞ്ഞെടുപ്പ് എന്നൊരു പേര് കേട്ടത് മുതൽ അതിൻ്റെ ഒപ്പം കേൾക്കുന്നൊരു പേരായിരുന്നു VS ജോയ്. അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ലെങ്കിലും മലപ്പുറം ജില്ലയുടെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടമായി കാണുന്ന VS ജോയ് നമ്മളോടൊപ്പം ഉണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാകും എന്നറിഞ്ഞത് മുതൽ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ്. എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം? തീർച്ചയായും ഞങ്ങളുടെ ആത്മവിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും നിമിഷവും വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ നിമിഷവും രൂപപ്പെട്ടു വരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം പിണറായി വിജയനെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചു വരാൻ കഴിയും. വലിയ ആത്മവിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മാത്രമല്ല, അതിന്റെ ഫലം വരുന്നതുവരെ അത് നിർണ്ണയിക്കുമ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിനോടൊപ്പം തന്നെ, അത് പറയാതിരിക്കാൻ കഴിയില്ല, ആ പേരിനോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പേര് കൂടിയാണ് VS ജോയ് എന്നുള്ളത്. അതിൽ ഒരു ഇഞ്ച് ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഈ നിമിഷം വോട്ട് ചോർച്ചയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവാക്യങ്ങളിലോ മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല, ഒരാശങ്കയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളത് എല്ലാവരും പറയും ഇത് സെമി ഫൈനലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് സെമി ഫൈനൽ അല്ല, ഇതൊരു ഫൈനൽ തന്നെയാണ്. 9 വർഷം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമുണ്ട്. ആ ദുരിതത്തിന് അന്ത്യം കുറിക്കാൻ, അറുതി വരുത്താൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചേ മതിയാവും. അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയാണ്, ഒരു കടമ്പയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്ന സാഹചര്യം മുതൽക്ക് തന്നെ ഞങ്ങൾ വലിയ മുന്നൊരുക്കം തയ്യാറെടുപ്പോടെ നടത്തിയിരുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചവർക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ലായിരുന്നു. അവസാന മണിക്കൂറിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ആ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. കോൺഗ്രസ് നേതാക്കന്മാരുടെയും മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയും ഒക്കെ വീടുകളിൽ പോയി മുട്ടി വിളിക്കുകയായിരുന്നു. അവസാനം കിട്ടിയത് ഒരു നാട്ടുകാരനെ തന്നെയാണ് എന്നുള്ളതാണല്ലോ സത്യം. നാട്ടുകാരനാണെങ്കിൽ പോലും അദ്ദേഹം വീട്ടുകാരനല്ല, അദ്ദേഹം വെറും ഒരു വിരുന്നുകാരനാണ്. നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഒരു വീട്ടുകാരനും വിരുന്നുകാരനും തമ്മിലുള്ള മത്സരമാണ്. വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു വിരുന്നുകാരനെ നിലമ്പൂരുകാർക്ക് ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ കൂടപ്പുറപ്പിനെ പോലെ കൂടെ നിൽക്കുന്ന ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം. അന്ന് യൂത്ത് കോൺഗ്രസുകാരൊക്കെ സ്വരാജ് വരാനുള്ള ഒരു വെല്ലുവിളി നടത്തിയല്ലോ, അതിലെന്തെങ്കിലും ഇപ്പോൾ മനപ്രയാസമോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? അതിനകത്തൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകളും ട്രോളുകളും മാത്രമാണ്. അതുകൊണ്ടൊന്നുമല്ല സ്വരാജ് വന്നത്. സ്വരാജ് വന്നത് CPM-ന് വേറെ സ്ഥാനാർത്ഥികളെ കിട്ടിയില്ല. സ്വരാജിന്റെ സമ്മതത്തോടു കൂടിയൊന്നുമല്ല, നിർബന്ധിച്ച് പാർട്ടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത് തോൽക്കാൻ പോകുന്ന ഒരു യുദ്ധമാണെന്നുള്ള ഉറച്ച ബോധ്യം ശ്രീ സ്വരാജിനുണ്ടായിരുന്നു. പിന്നെ മത്സരിക്കാൻ ആരുമില്ലാത്ത സ്ഥിതിക്ക് ആ യുദ്ധം ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഒരു പ്രധാന നേതാവ് എന്ന നിലയിൽ സ്വരാജ് നിർബന്ധിതനായതാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് CPM-ന്റെ സ്ഥാനാർത്ഥി ആര്, എതിരാളികൾ ആര് എന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ച് MLA ആയി വിജയിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. കഴിഞ്ഞ ദിവസം ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് CPM പറഞ്ഞത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് UDF-ന്റേതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ UDF-ന് ആ തരത്തിലുള്ള എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. അൻവർ UDF-കാരനല്ലായിരുന്നല്ലോ. അൻവർ LDF-ന്റെ MLA ആയിരുന്നു 9 വർഷം. അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ മുഴുവൻ LDF-ലാണ്. LDF-ന്റെ വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ പിടിക്കാൻ പോകുന്നത്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ സമാഹരിക്കപ്പെടും. ഞങ്ങളുടെ UDF വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് കൊണ്ട് തന്നെ 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചു കയറാനുള്ള സാധ്യതയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച്. രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയം എടുത്തു നോക്കുമ്പോഴും അതിലൊരു ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടാവും. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ തന്നെ എതിരാളികളും അതുപോലെ വിജയവും പ്രതീക്ഷിക്കും. അതിൽ അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പിന് മുമ്പ് VS ജോയ്, ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു പേര് ഉണ്ട്. അതിൽ താങ്കൾ മാറി നിൽക്കേണ്ടി വന്നതോ അല്ലെങ്കിൽ സ്വയം പരാജയപ്പെടേണ്ടി വന്നതോ എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. അതിലെന്തെങ്കിലും ഒരു മനപ്രയാസമോ അല്ലെങ്കിൽ സ്വാരസ്യതകളും ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഒരു പ്രയാസമില്ല. അതൊക്കെ ഞാൻ ഓപ്പണായിട്ട് അന്ന് തന്നെ പറഞ്ഞാണല്ലോ.
ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു, സ്ഥാനാർത്ഥി വന്നു. അതോടുകൂടി എല്ലാ പ്രയാസങ്ങളും മാറി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിലമ്പൂർ വിജയിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവിടെ സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ല. സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് സാങ്കേതികത്വം മാത്രമാണ്. പാർട്ടിയും മുന്നണിയാണ് പ്രധാനം. മുന്നണിയുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി വരണമെന്നാണ്. ഒരു ഇഞ്ച് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതിനൊരു പ്രയാസം വരാൻ പാടില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ നിലപാട്. അപ്പോൾ അത്രയും ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന അതുകൊണ്ട് ചോദിക്കുകയാണ്, ഭൂരിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? അതായത് പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച അൻവർ എന്ന് പറയുന്ന ഫാക്ടർ ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുമ്പോൾ പ്രവചനാതീതമായ ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചു കയറും. ഞാൻ പറയുന്നു, പിണറായി വിജയൻ ഞെട്ടിവിറയ്ക്കുന്ന ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കും.